സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ തൃക്കാക്കര, തൃപ്പൂണിത്തറ. നമുക്ക് തൃക്കാക്കരയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ്, LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പുഷ്പദാസ്, NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർ. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര UDFന് അനുകൂലം നിന്ന മണ്ഡലമാണ്. ഉമാ തോമസ് അന്ന് 54% വോട്ട് വിഹിതം നേടി വിജയിച്ച ഒരു മണ്ഡലമാണിത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ തൃക്കാക്കരയിലെ സമ്മതിദായകർ എങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും വിശകലനം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലുള്ള വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലും 5 ഘടകങ്ങളിലും UDF ആണ് ഇവിടെ 1-ാം സ്ഥാനത്ത്. 2-ാം സ്ഥാനത്ത് LDF-ഉം. ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സമഗ്രമായ അപഗ്രഥനം ചെയ്തിരിക്കുകയാണ് semiotica.ai. സെമിയോട്ടിക്കയുടെ തെരഞ്ഞെടുപ്പ് പ്രവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വീണ്ടും ഉമാ തോമസ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം 54% വോട്ട് വീതം നേടി ജയിക്കുമെന്നാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 33% വോട്ട് വിഹിതവും NDA സ്ഥാനാർത്ഥിക്ക് 14% വോട്ട് വിഹിതവുമാണ് semiotica.ai പ്രവചിക്കുന്നത്. ഇനി നമുക്ക് തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. LDF സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണൻ, UDF സ്ഥാനാർത്ഥി ദീപക് ജോയ്, NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയായ K ബാബു വിജയിച്ച മണ്ഡലമാണ്. അന്ന് അദ്ദേഹം 42% വോട്ട് വിഹിതമാണ് ഇവിടെ നേടിയത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളെ എങ്ങനെ വോട്ടർമാർ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് LDF-നാണ് 1-ാം സ്ഥാനം, UDF-ന് 2-ാം സ്ഥാനവും. യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലുള്ള വിശ്വാസ്യതയിലും UDF 1-ാം സ്ഥാനത്താണ്, LDF 2-ാം സ്ഥാനത്ത്. നേതൃപാടവത്തിലാകട്ടെ LDF ആണ് 1-ാം സ്ഥാനത്ത്, UDF 2-ാം സ്ഥാനത്ത്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF-ന് വീണ്ടും ജനങ്ങൾ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുകയാണ്, 2-ാം സ്ഥാനം LDF-നും. സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോക്കാം ആരാണ് തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലം വിജയിക്കുന്നത്. ഇതാ സെമിയോട്ടിക്കയെ നമുക്കായി പ്രവചിച്ചിരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായ ദീപക് ജോയിക്ക് ഒരു നേരിയ ഭൂരിപക്ഷം ഏകദേശം 39% വോട്ട് വിഹിതം അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ളതാണ്. LDF സ്ഥാനാർത്ഥിക്ക് 36% വോട്ട് വിഹിതവും NDA സ്ഥാനാർത്ഥിക്ക് 25% വോട്ട് വിഹിതവുമാണ് semiotica.ai പ്രവചിക്കുന്നത്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നതായിരിക്കും. Until then, we are signing off. Good day.